അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദന ആദം നബി അലൈഹിസ്സലാമും ലഅനത്തുല്ലാഹി ഇബ്ലീസും തമ്മിൽ നടന്ന പ്രശ്നത്തെക്കുറിച്ച്. നിങ്ങൾക്കറിയണ്ടേ എന്തായിരുന്നു ആ കലഹത്തിന് കാരണമെന്ന്? അല്ലെങ്കിൽ ഈ മനുഷ്യകുലത്തെ മുഴുവനും ഒന്നടങ്കം പിഴപ്പിക്കുന്ന, വഴികേടിലാക്കുന്ന ഇബ്ലീസ് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ? എന്തായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് നമുക്കറിയണ്ടേ? നാം കേട്ടിട്ടുള്ള സ്വർഗത്തിലെ പഴമായിരുന്നു എല്ലാത്തിൻ്റെയും പ്രശ്നം, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരുന്നു? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ പഴമല്ല എല്ലാത്തിൻ്റെയും പ്രശ്നമായത്. ചരിത്രം നാം മനസ്സിലാക്കണം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് മലക്കുകളോട് പറഞ്ഞത് നിങ്ങൾക്കറിയുമല്ലോ. അന്ന് ഈ കോടാനുകോടി വരുന്ന മലക്കുകളുടെ നേതാവായിരുന്നു ഇബ്ലീസ് എന്ന് പറയുന്ന ആ ശപിക്കപ്പെട്ടവൻ. ഈ കാണുന്ന മലക്കുകളുടെ എല്ലാം ഗുരുനാഥൻ, അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ഇബ്ലീസ്. അറിവിൻ്റെ മഹാസാമ്രാജ്യമായിരുന്നു അവൻ. പിന്നീട് എന്താണ് ഉണ്ടായത്? അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുകയും ആദം നബി അലൈഹി ഇസ്ലാം ആരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മലക്കുകൾക്ക് മുമ്പിൽ ഈ സകല വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുത്തപ്പോൾ മലക്കുകൾ അമ്പരന്ന നിമിഷം നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ നിമിഷത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ആദം നബിക്ക് സുജൂദ് ചെയ്യുക എന്ന്. അള്ളാഹു നേരിട്ട് അവരോട് പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മലക്കുകൾ മുഴുവനും അവന് സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ, അബ, അവൻ വിസമ്മതിച്ചു. പക്ഷെ ശേഷം നടന്നതാണ് ഏറ്റവും വലിയ ഗൗരവമുള്ളത്. വസ്തക്ബർ, അവൻ കിബർ നടിക്കുകയും ചെയ്തു, അഹങ്കരിച്ചു. എന്താണ് അവൻ അഹങ്കരിച്ചത്? അവൻ ചെയ്യാൻ പറ്റൂല എന്ന് മാത്രമല്ല പറഞ്ഞത്, അള്ളാഹുവിനോട് ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് മാത്രമല്ല അവൻ പറഞ്ഞത്, അവൻ അഹങ്കരിച്ചു. അവൻ പറഞ്ഞു, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആദമിന് മുമ്പിൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മുട്ടുമടക്കുകയോ? എന്നെ കിട്ടില്ല. അതാരോടാണ് അവൻ പറഞ്ഞത്? അള്ളാഹുവിനോട്. ചിന്തിച്ചു നോക്കി, മണ്ണ് കൊണ്ടുണ്ടാക്കിയതിനെയും തീ കൊണ്ടുണ്ടാക്കിയതിനെയും പ്രകാശം കൊണ്ടുണ്ടാക്കിയതിനെയും നിമിഷ നേരം കൊണ്ടില്ലാതാക്കാൻ സൃഷ്ടിച്ച അള്ളാഹുവിനോടാണ് അവൻ്റെ വെല്ലുവിളി. ഞാൻ സുജൂദ് ചെയ്യില്ല, മണ്ണ് കൊണ്ടുണ്ടാക്കിയ അവനിക്ക് ഞാൻ സുജൂദ് ചെയ്യില്ല എന്നുള്ള വെല്ലുവിളി. ആരെയാണ്? ആദം നബിയെയല്ല അവൻ വെല്ലുവിളിച്ചത്, അള്ളാഹുവിനോടാണ് അവൻ ധിക്കാരം കാണിച്ചത്. അതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ തന്നെ അള്ളാഹു അവനെ ശപിച്ചു. അള്ളാഹു അവനെ ഒഴിവാക്കി, അവനെ നശിക്കപ്പെട്ടവനായി അള്ളാഹു മാറ്റി. പിന്നീട് ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് കുതന്ത്രങ്ങളുടെ താക്കോലുകളുമായി അവൻ കടന്നു വരികയും മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബീവിയെയും പരസ്പരം വഴികേടിലാക്കുന്ന രൂപത്തിൽ, പരസ്പരം ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ പഴത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഹവ്വാ ബീവിയെ കൊണ്ട് പഴം കഴിപ്പിക്കുകയും ആദം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് അത് പറിക്കാനുള്ള ഒരു മനസ്സിലങ്ങനെ തോന്നിപ്പിക്കുകയും ചെയ്ത ആ സമയമാണ് പിന്നീട്. അത് കാരണമായിട്ടാണ് മനുഷ്യകുലം തന്നെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. ആദം നബിയോട് വ്യക്തിവിരോധം എന്നുള്ളതല്ല, അവനുണ്ടായത് അഹങ്കാരവും അതേപോലെ തന്നെ വലിയ കിബറായിരുന്നു. താനാണ് വലിയവൻ, ഞാനാണെല്ലാം എന്നുള്ള ഒരു ചിന്ത. അള്ളാഹു ചിന്തിച്ചു നോക്കിയേ, മലക്കുകൾ, കൂടാനുകൂടി വരുന്ന മലക്കുകളുടെ ഉസ്താദ്, അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം ഇതെല്ലാം അള്ളാഹു നൽകിയിട്ടും
അള്ളാഹു ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ ധിക്കാര സ്വഭാവത്തെ നിങ്ങൾ കണ്ടില്ലേ? അത് കാരണമായിക്കൊണ്ടാണ് അള്ളാഹു അവനെ പുറത്താക്കിയത്, അള്ളാഹു അവനെ ശപിച്ചത്. നാമും ചിന്തിച്ചു നോക്കണം. അറിവുണ്ടായത് കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവുകയില്ല. തിരിച്ചറിവില്ലാത്ത അറിവ് കൊണ്ട് ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ രക്ഷപ്പെട്ടു പോകാൻ ഒരു ചാൻസുമില്ല. ഒരുപാട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരുപാട് ബിരുദങ്ങൾ നേടി, ഒരുപാട് ബിരുദങ്ങൾ, ബിരുദാനന്തര ബിരുദങ്ങൾ എല്ലാം നേടിയ മനുഷ്യർ തിരിച്ചറിവില്ലാത്തതിൻ്റെ പേരിൽ തൻ്റെ മാതാപിതാക്കളോടും തൻ്റെ സുഹൃത്തുക്കളോടും തൻ്റെ മക്കളോടും ചെയ്യുന്ന ധിക്കാരങ്ങൾ കാണുന്നില്ല നിങ്ങൾ? മനുഷ്യന് അറിവില്ലാത്തത് കൊണ്ടല്ല, തിരിച്ചറിവ് വേണം. ഇബ്ലീസിന് അറിവില്ലാത്തത് കൊണ്ടല്ല, അവന് തിരിച്ചറിവുണ്ടായിരുന്നില്ല. അറിവിൽ അഹങ്കരിക്കരുത്. അറിവുള്ളവർ താഴ്മയുള്ളവരാകണം. അറിവുള്ളവർ താഴുകയാണ് ചെയ്യുക, അവർ ഒതുങ്ങുകയാണ് ചെയ്യുക. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒച്ച അധികം ഉണ്ടാക്കുകയല്ല, ഒച്ച കുറച്ചുകൊണ്ട് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുക. അല്ലാതെ അറിവുള്ളവർ കിബർ നടിച്ചാൽ ലോകം നശിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ്, ഉദാഹരണമാണ് ഇബ്ലീസ്. ഇന്ന് അറിവുള്ളവർ അത് അഹങ്കരിക്കുകയാണെങ്കിൽ ഈ ലോകം വലിയ നന്മയിലേക്കൊന്നും എത്താൻ പോവുകയില്ല. ഇബ്ലീസിൻ്റെയും ആദം നബിയുടെയും തമ്മിലുണ്ടായ പ്രശ്നം, ഞാനാണ് കേമൻ എന്ന് ഇബ്ലീസിന് തോന്നിപ്പോയി. പക്ഷേ ആ തോന്നൽ അവൻ കാണിച്ചത്, ആ തോന്നൽ പോലും ഉണ്ടാക്കാൻ കാരണക്കാരനായ അള്ളാഹുവിനോടാണ്. അവിടെയാണ് ധിക്കാരം. നമ്മളൊരു മനുഷ്യന് എല്ലാ പദവികളും കൊടുത്ത്, നല്ല സ്ഥാനങ്ങൾ കൊടുത്ത്, എല്ലാം നല്ലതിലാക്കി ഒരാളെ നിർത്തി, അയാൾക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ, അയാളോട് നമ്മൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ അയാൾക്ക് പറ്റില്ല എന്ന് പറയുകയും അതിന് ധിക്കാരം കാട്ടുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? നമ്മളൊരു കടയിലൊരാളെ പണിക്ക് നിർത്തി, അയാൾക്ക് നിന്നെയാണ് ഇതെല്ലാം ഏൽപ്പിക്കുന്നത്, നിന്നെയാണ് ഇതിൻ്റെയൊക്കെ ചുമതല നൽകിയത് എന്നൊക്കെ പറഞ്ഞു അയാൾക്ക് എല്ലാ അധികാരവും അവിടെ നൽകി. അങ്ങനെ നൽകിയതിന് ശേഷം അയാളോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അയാളത് ചെയ്യില്ല, നമ്മളോട് നീ ആരെന്നെ ഭരിക്കാൻ എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഉടനടി അവനെടുത്ത് പുറത്തിടില്ല. അതുപോലെ തന്നെ മനുഷ്യന് ബുദ്ധിയുണ്ടായാൽ മാത്രം പോരാ, അറിവുണ്ടായാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കേണ്ട സമയങ്ങളിൽ ഉപയോഗിക്കണം. കിബർ നടിക്കരുത്. ഒരുപാട് ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഉണ്ടായതുകൊണ്ട് ഒരിക്കലും മനുഷ്യന് നന്നായിട്ടില്ല. ഉമ്മയെയും ബാപ്പയെയും നോക്കാൻ ഒരു ബിരുദത്തിൻ്റെയും ആവശ്യമില്ല. ഉമ്മയാണ് ബാപ്പയാണെന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞ ഓരോ കാര്യത്തിലും ഖൈർ അല്ലാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.